ജിഷ്ണു, എന്തായാലും ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഇനിയും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അയോധ്യ വാർത്തകൾക്ക് തന്നെയാണ്. വാർത്താ പുലരി തന്നെ നമ്മളിപ്പോൾ രാംഗി പേടിയിൽ നിന്നാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് അവതരിപ്പിക്കുന്നത്. അതിനാൽ ആദ്യം അയോധ്യ വാർത്തകളിലേക്ക് തന്നെ പോകാം. തീർച്ചയായും അയോധ്യയിൽ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് വേണ്ടി കഴിഞ്ഞ കുറച്ചധികം ദിവസമായി നടന്നു വരുന്നത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും ഈ ക്ഷേത്ര നഗരിയുടെ തന്നെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ, അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര നഗരിയെ തന്നെ ഒരു ലോകോത്തര നിലവാരത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, വികസന പദ്ധതികൾ, വിവിധ തരത്തിലുള്ള പ്രൊജക്ടുകൾ, രാമക്ഷേത്രത്തോടനുബന്ധിച്ച് ഈ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ എന്തെല്ലാം തരത്തിലുള്ള പുതിയ പദ്ധതികളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ശരിക്കും ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അയോധ്യയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക്, അതിൻ്റെ പൂജാക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കും ഒപ്പം പുതിയ ദൃശ്യങ്ങളിലേക്കും എല്ലാം തന്നെ പോകാം.